ഹലോ അസ്സലാമു അലൈക്കും. ആദ്യം തന്നെ എല്ലാവരോടും ഒരു സോറി പറഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ നമ്മൾ തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സീസൺ 29 ഗ്ലോബൽ വില്ലേജ് പൂട്ടിയിട്ട് ഇന്നേക്ക് ഏകദേശം 1.5 മാസത്തിലധികം അയക്കണം. എൻ്റെ കയ്യിൽ ഈ വീഡിയോ കിട്ടിയിട്ടും 1.5 മാസത്തിലധികമായി. ഇതൊന്ന് എഡിറ്റ് ചെയ്ത് അതിനൊരു വോയിസ് ഓവർ കൊടുത്ത് അതൊരു യൂട്യൂബിലിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. അതിന് വേറൊരു കാരണമല്ല, മടി. ജീവിതത്തിൽ മടിക്ക് ഇത്രയും വലിയ പ്രാധാന്യം തെറ്റിപ്പോകുന്നല്ലോ, അത്രയും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഇങ്ങനെ എഡിറ്റ് ചെയ്യാനും അതിനൊരു വോയിസ് ഓവർ നൽകാനൊക്കെ ഇപ്പം മടിച്ചിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സീസൺ 29 കഴിഞ്ഞിട്ട് ഈ 30 തുടങ്ങാൻ ഇനി ഏതാനും മാസങ്ങൾ കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് തന്നെ വേഗം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അതിനു വേണ്ടി കുത്തിയിരുന്ന് ഉണ്ടാക്കിയ വോയിസ് ഓവറാണിത്. അപ്പോൾ എന്തായാലും നമ്മൾ ഗ്ലോബൽ വില്ലേജ് എന്നുള്ള മഹാത്ഭുതം കാണാനിറങ്ങിയതിൻ്റെ ഷോർട്ട് മിനി വ്ളോഗാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുബായിലെ നമ്മുടെ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ കാണാൻ പോലൊക്കെ ഏതാനും ദിവസങ്ങൾക്കകം അവസാനിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വന്നത് വിസിറ്റിങ്ങിനാണ്, 2 മാസത്തെ ജോലി നോക്കാനും കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് ഏകദേശം തീരുമാനമാവാനായി. അപ്പോൾ ഇവിടെ ചൂട് തുടങ്ങാനായി. ഇപ്പോൾ ഇനി ഹയറിങ്ങും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് കമ്മിയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ചൂട് തുടങ്ങിയല്ലേ, ഇനി നമുക്ക് ഗ്ലോബൽ വില്ലേജും കൂടി ഒന്ന് കണ്ടു കളയാമെന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന പവലിയൻ വേറെ ആരുടെയല്ല, നമ്മുടെ സ്വന്തം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിശേഷങ്ങളും അവിടെയുള്ള ഷോപ്പിംഗ് അനുഭവങ്ങളൊക്കെ കാണാൻ ഇറങ്ങിയതാണ്. അവിടെ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഓഡിറ്റോറിയം ഉള്ള പോലെ ഇതുണ്ട്, സ്റ്റേജുകൾ. അതിൽ നമുക്ക് ഓരോ രാജ്യങ്ങളുടെയും അവരുടേതായ പാട്ടും അവരുടേതായ ഡാൻസും കാര്യങ്ങളും അവരുടെ ആ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഓരോ പവലിയനിലുള്ളത്. അപ്പോൾ എന്തായാലും ഓരോന്നും ചെറിയ ചെറിയ മിനി വീഡിയോസായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നുണ്ട്. ആരും മിസ്സാക്കാതെ ഫുൾ വീഡിയോ കാണണേ. നമ്മൾ എല്ലാ പവലിയനിലും കയറിയതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ കാണിക്കുന്നെങ്കിൽ എന്താ പറയുക, 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും പോരാ. കാരണം അത്രയ്ക്ക് അത്ഭുതങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. അത്രയ്ക്ക് സ്റ്റോളുകൾ വരുന്നുണ്ട്. ഓരോ രാജ്യങ്ങളിലും അവിടെയുള്ള വ്യത്യസ്തതയാർന്ന എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എടുത്തത് നിങ്ങൾക്ക് കാണിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ വില്ലേജ് കാണാൻ പോകുകയെന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം കാണാൻ പോലും മാത്രമല്ല, നമുക്ക് അതുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്. അതല്ലാതെ നമുക്ക് നല്ലൊരു എക്സസൈസ് വരുന്നുണ്ട്. കുട്ടികളെയും കൂട്ടിയൊക്കെയാണ് നമ്മൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല എക്സസൈസ് തരും. കാരണം അത്ര നടന്ന് കാണാനുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഗ്ലോബൽ വില്ലേജ്. പിന്നെ ഞാൻ മിസ്സാക്കാതെ എന്തായാലും കാണണമെന്ന് വിചാരിച്ച ഒരു പവലിയനാണ് ചൈനേൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ അത്യാവശ്യമൊക്കെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ അടുത്ത പവലിയനിലേക്ക് പോയി. അങ്ങനെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് വേഗം റൗണ്ട് അടിച്ച് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെയുള്ള എല്ലാം ഒരു ദിവസം കൊണ്ട് നമുക്ക് പോയി കണ്ടുവരാം, അതും നടക്കൂല കേട്ടോ. അതെനിക്ക് പോയപ്പോഴാണ് മനസ്സിലായത്. നമ്മളിങ്ങനെ ഓരോ വീഡിയോസും കാണുമ്പോൾ ഇവരെന്താ ഫുള്ള് കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആയിരുന്നു കേട്ടോ അന്ന് എൻ്റെ ചിന്ത പോയത്. പോയി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഇടങ്ങേറ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞ പോലെ. കാരണം നമുക്ക് 40,000-ൽ മുകളിൽ ആൾക്കാർ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഗ്ലോബൽ വില്ലേജിന്. അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഏരിയയിലാണ് പാർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് നിന്ന് ഗ്ലോബൽ വില്ലേജിലേക്ക് എത്താൻ തന്നെ എടുക്കും നമുക്ക് കുറച്ച് മണിക്കൂറുകൾ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. അത് കിലോമീറ്റേഴ്സ് നടക്കേണ്ടി വരും. പിന്നെ അതേപോലെ ഇത് ഫുള്ള് എല്ലാ പവലിയൻസും കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യായാമം തന്നെ ഗ്ലോബൽ വില്ലേജ് കഴിയുന്നതാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ പോകണമെന്ന് പോയത് മുതലേ വിചാരിക്കുന്ന ഒരു സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ്. അവിടെ കാണാൻ പോയതിൻ്റെ അത്ഭുതത്തിൽ കൂടുതൽ എനിക്ക് എക്സസൈസ് ഈ ഒരു നടത്തം ചെയ്തതിൻ്റെ അനുഭവമാണ്. എൻ്റെ അമ്മ അത്രയ്ക്ക് നടക്കണ്ടായിരുന്നു. പിന്നെ ഗ്ലോബൽ വില്ലേജിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫുഡ് എക്സ്പ്ലോർ തന്നെയാണ് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം ചെറിയ രീതിയിൽ എല്ലാ പവലിയൻസിലും കയറിയിട്ട് അവരുടേതായ ഫുഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളും വലിയ കാര്യങ്ങളൊന്നും ഞാനിതിലിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്തായി പോകും വീഡിയോ. അപ്പോൾ ചെറിയ എല്ലാ പവലിയൻസിൻ്റെയും ഈ പറഞ്ഞ പോലെ മുഖം എങ്ങനെയാണ് അവരെ ആ ഒരു ഒരുക്കിയിരിക്കുന്ന മേക്ക് ഓവർ ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ ഈ സീസൺ 29 കൂട്ടാൻ പോകുന്നതിൻ്റെ തിരക്കിലാണോ ലാസ്റ്റ് ഡേയ്സ് ആയതുകൊണ്ടാണോ എന്താ അറിയില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ.
ഇത് ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം മെയ് 19-ാണ്. മെയ് 11 ഇത് പൂട്ടെന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെയും ഇത്രയും ജനം കണ്ടുകൊണ്ട് ഒരു 1 വീക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാണ് ഗ്ലോബൽ വില്ലേജ് ചെയ്തത്. പിന്നെ ഞങ്ങൾ കയറിയ ഒന്നാണ് ഫ്ലോട്ടിംഗ് വില്ലേജ് എന്ന് പറയുന്നത്. അവിടെ കയറി അവിടെ നമ്മളൊരു ചെറിയ ഈ പറഞ്ഞ പോലെ ഫയർ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഗ്ലോബൽ വില്ലേജ് കാണാൻ പോയതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.